ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഓണം സദ്യ സ്റ്റൈൽ മോരുകറിയാണ്. ഓണമൊക്കെ അല്ലേ, ഓണത്തിൽ മോരുകറി ഇല്ലാതെ എന്ത് സദ്യയല്ലേ. അപ്പോൾ നമുക്കിത് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ആദ്യം നമുക്കൊരു മിക്സിയുടെ ജാർ എടുക്കാം. അതിലേക്ക് ഇതാ ഒരു പിടി തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് 2 അല്ലി വെളുത്തുള്ളിയും 3 പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ എരിക്ക് ആവശ്യത്തിനാണ് പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിവിടെ 3 എണ്ണമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. പിന്നെ നമുക്കൊരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു 1/4 സ്പൂൺ ജീരകവും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. അപ്പോൾ ദാ ഇതുപോലെ പേസ്റ്റ് പോലെ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 3 സ്പൂൺ തൈരാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ പുളിക്കനുസരിച്ചാണ് നമുക്ക് തൈര് ചേർത്ത് കൊടുക്കാനുള്ളത്. തൈര് ഇവിടെ ചേർത്ത് നന്നായിട്ട് ഒന്നും കൂടി ഒന്ന് അടിച്ചെടുക്കാം. അപ്പോൾ ദാ ഇതുപോലെ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് താളിക്കാം. ഒരു മൺചട്ടി വെച്ച് കൊടുത്ത് അതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വന്ന ശേഷം അതിലേക്ക് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുകൊന്ന് പൊട്ടി തുടങ്ങിയ ശേഷം അതിലേക്ക് വറ്റൽമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ വറ്റൽമുളകൊക്കെ ചേർത്ത് ഒന്ന് ഇളക്കിയ ശേഷം നമുക്കതിലേക്ക് ചെറിയ ഉള്ളിയും കൂടെ ചേർത്ത് കൊടുക്കാം. ചെറിയ ഉള്ളിയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇനി ഉള്ളിയൊക്കെ നന്നായിട്ടൊന്ന് മൂത്ത് വരണം. ചെറുതായിട്ടൊന്ന് മൂത്ത് തുടങ്ങുമ്പോൾ നമുക്കതിലേക്ക് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കാം. കറിവേപ്പില കൂടെ ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ ഉള്ളിയൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ അടിച്ച് വെച്ചേക്കുന്ന തൈരിൻ്റെ മിക്സ് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ആവശ്യത്തിനുള്ള വെള്ളം കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ആവശ്യത്തിനുള്ള ഉപ്പുകൂടി ഇട്ട് കൊടുക്കാം. ചെറുതായിട്ടൊന്ന് തിള വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് തിളയ്ക്കേണ്ട, ചെറുതായിട്ട് ഈ സൈഡിലൊന്ന് തിള വരുമ്പോഴേ ഓഫ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ മോരുകറി ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കല്ലേ. ഇഷ്ടപ്പെട്ട ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. ഇതുപോലുള്ള റെസിപ്പിയുമായിട്ട് ഇനിയും കാണുന്നവരെ ബൈ ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്.